ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുലൈമാൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത് ഇന്ന്. രാജ്യത്തെ കളിപ്പാട്ട നിർമ്മാണ മേഖലയ്ക്ക് വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ പിന്തുണ ലഭ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്ത് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള കോവിഡ് വാക്സിനേഷൻ നാളെ ആരംഭിക്കും. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 97.14%. കേരളത്തിൽ സീറ്റ് തല ചർച്ചകൾ ഊർജിതമാക്കി മുന്നണികൾ. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെ ഇന്ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. മൻ കി ബാത്തിന്റെ 74ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലും ദൂരദർശനിലും പരിപാടി ലഭ്യമാകും. പ്രാദേശിക ഭാഷകളിലും മൻ കി ബാത്തിന്റെ പരിഭാഷ ഉണ്ടാകും. രാജ്യത്തെ കളിപ്പാട്ട നിർമ്മാണ മേഖലയ്ക്ക് വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ എല്ലാ പിന്തുണയും ലഭ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ ടോയ് ഫെയർ 2021ന്റെ CEO സെഷൻ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കളിപ്പാട്ട നിർമ്മാണ മേഖലയുടെ ഉന്നമനത്തിനായി മികച്ച വ്യാവസായിക അന്തരീക്ഷം സൃഷ്ടിക്കാനും കളിപ്പാട്ടങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കളിപ്പാട്ടങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ പുതിയ ലബോറട്ടറികൾ ആരംഭിക്കും. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചായിരിക്കണം കളിപ്പാട്ട നിർമ്മാണം. മികച്ച ഗുണനിലവാരമുള്ള കളിപ്പാട്ടങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയിൽ കളിപ്പാട്ടങ്ങൾക്കായി ലോക വിപണി തുറക്കുമെന്നും ഭാവിയിൽ ലോകത്തിലെ തന്നെ മികച്ച കളിപ്പാട്ട നിർമ്മാണ ഉൽപ്പാദകരാകാൻ രാജ്യത്തിന് സാധിക്കുമെന്നും ശ്രീ ഗോയൽ പറഞ്ഞു. രാജ്യത്തെ കളിപ്പാട്ട നിർമ്മാണ മേഖലയ്ക്ക് ഊർജ്ജം പകരാനായി ഇന്നലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ കളിപ്പാട്ട മേള ഉദ്ഘാടനം ചെയ്തത്. हमारे देश में लोकल खिलौनों की बहुत समृद्ध परंपरा रही है. ഇന്ത്യയിലെ കളിപ്പാട്ട വ്യവസായത്തെ പിന്തുണയ്ക്കുന്നതിനായി ഭാരത സർക്കാർ ഇതാദ്യമായി ഇന്ത്യ ടോയ് ഫെയർ സംഘടിപ്പിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രിയുടെ സ്വാശ്രയ സ്വപ്നം ഇപ്പോൾ നാം എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നിറവേറ്റും. മാതാപിതാക്കളെ, അധ്യാപകരെ, സംരംഭകരെ, നിക്ഷേപകരെ, ഫെബ്രുവരി 27 മുതൽ മാർച്ച് 2 വരെ ഈ ചരിത്രപരമായ ഇന്ത്യ ടോയ് ഫെയറിന്റെ ഭാഗമാകുക. www.theindiatoyfair.in ൽ രജിസ്റ്റർ ചെയ്യുക. ടീം അപ്പ് ഫോർ ടോയ്സ്. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 97.14% കടന്നു. ആകെ രോഗബാധിതരുടെ 1.44% മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളത്. രാജ്യത്ത് ഇതുവരെ 1.42 കോടിയിലേറെ പേർക്ക് കോവിഡ് വാക്സിൻ വിതരണം ചെയ്തതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ 4650 പേർക്ക് രോഗമുക്തി. ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 50,514 കുറഞ്ഞു. ഇന്നലെ 3792 പുതിയ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്ത് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും 45 വയസ്സിന് മുകളിൽ മറ്റ് രോഗം ബാധിച്ചവർക്കുമായുള്ള കോവിഡ് വാക്സിനേഷൻ നാളെ ആരംഭിക്കും. വിശദാംശങ്ങളുമായി അമൃത. 10,000 സർക്കാർ ആശുപത്രികൾ വഴി സൌജന്യമായും സ്വകാര്യ ആശുപത്രികൾ വഴി 250 രൂപ നിരക്കിലും വാക്സിൻ ലഭ്യമാക്കാനുള്ള ക്രമീകരണങ്ങളാണ് രാജ്യത്ത് സജ്ജമാക്കിയിട്ടുള്ളത്. ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ വാക്സിൻ സ്വീകരിക്കുന്നതിനുള്ള നടപടികൾ രാജ്യത്ത് പൂർത്തിയായതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വാക്സിനേഷൻ നടപടികൾ സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ സംസ്ഥാന ആരോഗ്യ സെക്രട്ടറിമാരുമായും സംസ്ഥാന ദേശീയ ആരോഗ്യ മിഷൻ ഡയറക്ടർമാരുമായും വീഡിയോ കോൺഫറൻസ് നടത്തി. അംഗീകൃത സ്വകാര്യ ആശുപത്രികൾ വഴി കോവിഡ് വാക്സിനുകൾ നൽകാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അനുമതി നൽകിയിട്ടുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 10,000-ഓളം സ്വകാര്യ ആശുപത്രികളിൽ വാക്സിനേഷൻ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് വാക്സിനേഷൻ നടപടികൾ നടപ്പിലാക്കുമെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഇന്ത്യയുടെ PSLV C-51 റോക്കറ്റ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ഇന്ന് രാവിലെ 10:25 വിക്ഷേപിക്കും. സതീഷ് ധവാൻ സാറ്റലൈറ്റ് ഉൾപ്പെടെ ബ്രസീലിന്റെ ആമസോണിയ 1 ഉപഗ്രഹവും 18CO പാസഞ്ചർ ഉപഗ്രഹവുമാണ് റോക്കറ്റ് വഹിക്കുന്നത്. ഇന്നലെ രാവിലെ 8:54 കൌണ്ട് ഡൌൺ തുടങ്ങിയിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നത് കർശനമായി തുടരണമെന്ന് ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൌബ. നിയന്ത്രണങ്ങളിൽ ഇളവുണ്ടെങ്കിലും കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുകയാണ്. ചെറിയ അശ്രദ്ധ പോലും കഴിഞ്ഞ ഒരു വർഷത്തെ കൂട്ടായ യജ്ഞത്തെ നിഷ്പ്രഭമാക്കാൻ പോകുന്നതാണെന്നും ശ്രീ ഗൌബ പറഞ്ഞു.
ഇന്ന് ദേശീയ ശാസ്ത്രദിനം. വിഖ്യാത ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ സി വി രാമൻ ഇഫക്റ്റ് കണ്ടെത്തിയതിന്റെ ഓർമ്മയ്ക്കായാണ് രാജ്യം ഈ ദിനം ദേശീയ ശാസ്ത്രദിനമായി ആചരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചതോടെ സീറ്റ് തല ചർച്ചകൾ ഊർജിതമാക്കി മുന്നണികൾ. തുടർഭരണം ഉറപ്പാക്കാനായി ഭരണമുന്നണിയും ഭരണം പിടിച്ചെടുക്കാൻ പ്രതിപക്ഷവും മുന്നണിതല ചർച്ചകൾ ആരംഭിച്ചു. അടുത്ത ആഴ്ച തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടക്കാനാണ് ഇരു മുന്നണികളും ശ്രമിക്കുന്നത്. ഇത് സംബന്ധിച്ച ഉഭയകക്ഷി ചർച്ചകൾക്ക് ഇന്നു മുതൽ തുടക്കമാകും. അധികം വൈകാതെ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് ബിജെപിയും. കള്ളവോട്ടിനെതിരെ പോളിംഗ് ഓഫീസർമാർ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. അത്തരം നിലപാടെടുക്കുന്ന ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായും സംരക്ഷിക്കും. ഇവർക്കെതിരെ പിന്നീട് ആരെങ്കിലും പ്രതികാര നടപടി സ്വീകരിച്ചാൽ ഉദ്യോഗസ്ഥർ നിവേദനം നൽകിയാൽ കർശന നടപടി സ്വീകരിക്കും. തെരഞ്ഞെടുപ്പിനിടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് അപകടമോ മരണമോ ഉണ്ടായാൽ 15 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. 18 പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി നിയമിച്ച ആസാം ഗവൺമെന്റിന്റെ നടപടി ഇലക്ഷൻ കമ്മീഷൻ റദ്ദാക്കി. 4 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും വെള്ളിയാഴ്ച അസംബ്ലി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നു. ജമ്മുവിലെ ഡോഡ മെഡിക്കൽ കോളേജിന്റെ ആദ്യഘട്ട ബാച്ചിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്തു. ലോകോത്തര നിലവാരമുള്ള ഈ മെഡിക്കൽ കോളേജ് പ്രവർത്തനത്തിന് അടിത്തറ പാകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധനും അദ്ദേഹം നന്ദി അർപ്പിച്ചു. ഓൺലൈൻ റമ്മികളി നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ വിജ്ഞാപനമിറങ്ങി. 1960-ലെ കേരള ഗെയിമിംഗ് ആക്ട് നിയമം ഭേദഗതി ചെയ്താണ് വിജ്ഞാപനമിറക്കിയത്. നിലവിലുള്ള നിയമത്തിൽ മാറ്റം വരുത്തിയ സർക്കാർ പണം വെച്ചുള്ള ഓൺലൈൻ റമ്മി കളിയെ കൂടി ഉൾപ്പെടുത്തിയാണ് പുതിയ വിജ്ഞാപനം പുറത്തിറക്കിയത്. 25ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 3ാം പതിപ്പിന് തലശ്ശേരിയിൽ തിരശ്ശീല വീണു. നല്ല സിനിമകൾക്കൊപ്പം പിഴവില്ലാത്ത സംഘാടന മികവുകൊണ്ട് തലശ്ശേരി മേള മികച്ചതായി. ചലച്ചിത്രമേളയുടെ സമാപന പതിപ്പിന് നാളെ പാലക്കാട് തിരിതെളിയും. 32ാമത് ദേശീയ ദക്ഷിണ മേഖല അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ 2ാം ദിനത്തിലും തമിഴ്നാടിന്റെ കുതിപ്പ്. 24 സ്വർണവും 29 വെള്ളിയും 21 വെങ്കലവും അടക്കം 491.5 പോയിന്റുമായാണ് തമിഴ്നാട് കുതിപ്പ് തുടരുന്നത്. ആതിഥേയരായ കേരളമാണ് രണ്ടാമത്. 17 സ്വർണം 28 വെള്ളി 22 വെങ്കലവും അടക്കം 450.5 പോയിന്റാണ് ആതിഥേയർക്കുള്ളത്. ഡൽഹിയിലെ മുനിസിപ്പൽ കോർപ്പറേഷനിലെ 5 വാർഡുകളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കും. കോവിഡ് സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളോടെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന് ഡൽഹി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എസ്.കെ. ശ്രീവാസ്തവ പറഞ്ഞു. ഡൽഹി പോലീസ് കമ്മീഷണർ എസ്.എൻ. ശ്രീവാസ്തവ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തി. കർഷക സമരത്തിന്റെ പശ്ചാത്തലത്തിൽ നഗര അതിർത്തികളിൽ കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൈന ദേശസുരക്ഷയുടെയും കോവിഡ്-19ന്റെയും പേരിൽ അടിസ്ഥാന പൌരാവകാശങ്ങളും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും നിയന്ത്രിക്കുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ഡയറക്ടർ മിഷേൽ ബാഷ്ലെ. വക്കീലന്മാർ, മനുഷ്യാവകാശ പ്രവർത്തകർ, വിദേശ പൌരന്മാർ കുറ്റാരോപണങ്ങളും തടങ്കലും കുറ്റവിചാരണയും നേരിടുന്നതായും അവർ പറഞ്ഞു. 46ാമത് മനുഷ്യാവകാശ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 5-ന് FC ഗോവയും ഹൈദരാബാദ് FCയും തമ്മിൽ ഏറ്റുമുട്ടും. രാത്രി 7:30-ന് മുംബൈ സിറ്റിയും ATK മോഹൻ ബഗാനും തമ്മിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത് ഇന്ന്. രാജ്യത്തെ കളിപ്പാട്ട നിർമ്മാണ മേഖലയ്ക്ക് വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ പിന്തുണ ലഭ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്ത് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള കോവിഡ് വാക്സിനേഷൻ നാളെ ആരംഭിക്കും. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 97.14%. കേരളത്തിൽ സീറ്റ് തല ചർച്ചകൾ ഊർജിതമാക്കി മുന്നണികൾ. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15-ന്.